മലൈക്കോട്ടെ വാലിബൻ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം, ഒരുപാട് ഹൈപ്പുകൾക്ക് ശേഷം ഈ ഒരു സിനിമ ഇപ്പോ 25-ാം തീയതി റിലീസ് വരുന്നുണ്ട്, ജനുവരി 25-ന്. ഈ ഒരു സിനിമക്ക് ഒരുപാട് വലിയ ഹൈപ്പാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു അടുത്ത കാലത്തൊന്നും ഒരു മലയാള സിനിമക്ക് ഇത്രയും ഹൈപ്പ് കിട്ടിയിട്ടില്ല. അല്ല, ഇത്രയും ഹൈപ്പ് കിട്ടാൻ പ്രധാന കാരണം മോഹൻലാൽ എന്ന നടൻ, പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകന്റെ ഒരു പേരുണ്ട് ഈ ഒരു സിനിമക്ക് ആള് കയറാനും ഹൈപ്പ് കിട്ടാനും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു മാസ് പടം പറയാൻ തരത്തിലുള്ള ഒരു പടമാണ് മോഹൻലാലിന്റെ വ്യത്യസ്ത ലുക്ക്. ഈ ഒരു സിനിമ ഒരു വലിയ ബിഗ് ബജറ്റ് സിനിമയാണ്. അപ്പൊ ഇത്രയും കാശ് ചെലവാക്കിയിട്ട് ഒരു സിനിമ ഉണ്ടാക്കിയത് എങ്ങനെയാണ്, എന്താണ് കാണിച്ചിരിക്കുന്നത് കാണാനുള്ള ആകാംക്ഷ ആൾക്കാർക്ക് ഉണ്ടാവും. പിന്നെ മറ്റേത് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് നാളത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഒരു ലൊക്കേഷൻ സ്റ്റില്ലും കാര്യങ്ങളൊന്നും പുറത്തു കഴിഞ്ഞ ദിവസം വന്ന ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒരാള് ഫോട്ടോ എടുത്തപ്പോ ആ ഫോട്ടോ എടുത്ത ആളിൽ അത് വാങ്ങിയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അയാൾ അതിന്റെ പ്രതികാരമായിട്ട് കല്ലെറിഞ്ഞിട്ട് തേനിച്ച് വന്ന് കുത്തിനേക്കുള്ള ന്യൂസ്. അത്രയും രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള സാധനത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് പറയുന്നത് ഈ ഒരു മലൈക്കോട്ടെ വാലിബൻ കാണാനുള്ള 4 കാരണങ്ങളാണ്. അപ്പൊ ഈ ഒരു സിനിമ കാണാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ്. ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ കാർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ, അതൊരു സ്പെഷ്യൽ ഒരു എഴുത്താണ് അതിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ അവതാരം കൂടി നമ്മൾ ട്രെയിലറിലും കാര്യങ്ങളും കണ്ടു. അപ്പൊ എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം തന്നെയായിരിക്കും മോഹൻലാലിന് ഈ ഒരു സിനിമയിൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൊടുത്തിട്ടുണ്ടാവുക. മലയാള സിനിമയിൽ ഇന്ന് വരെ മോഹൻലാൽ ഇതുപോലൊരു രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ വന്ന ടീസറും ട്രെയിലറും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട ശ്രദ്ധിച്ച് അറിയാം, ഒരു ഹെവി ലുക്കാണ്. ആ ഹെവി ലുക്ക് വലിയൊരു സ്ക്രീനിൽ കാണാം. എന്താ വലിയ സ്ക്രീനിൽ മോഹൻലാൽ അഴിഞ്ഞാട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഈ സിനിമയ്ക്ക് എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. രണ്ടാമത്തെ കാരണം ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങൾ എടുത്ത് നോക്കി അറിയാം, എല്ലാം വളരെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ്, അല്ലെ? എല്ലാം വളരെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് മോഹൻലാൽ എന്നൊരു നടനെ ഈ ഒരു സിനിമയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കാണാനുള്ള വലിയൊരു കാത്തിരിപ്പ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ LJP എന്താണ് മോഹൻലാലിനെ വെച്ച് ചെയ്തിരിക്കുന്നത് കാണാനുള്ള കൊടും ആകാംക്ഷയിലാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്നുണ്ടാവുക. ഇവൻ പറഞ്ഞ ഈ രണ്ടാമത്തെ കാരണം ഒരു പ്രധാന സത്യം തന്നെയാണ്. കാര്യം മറ്റൊന്നല്ല, രണ്ട് ബ്രാൻഡ്, രണ്ട് ബ്രാൻഡ്, നായകനാണെങ്കിലും ശരി സംവിധായകനും ഒരു ബ്രാൻഡാണ്. ഈ പറഞ്ഞ രണ്ടു പേർക്കും അതിന്റേതായ ആളുകള് ഇവരുടെ ആരാധകരായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാത്തിരിപ്പിലാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചിലപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടേതായിട്ട് ഇറങ്ങിയ ട്രെയിലർ, ടീസർ അത്യാവശ്യം ഒരു മോശമില്ലാത്തൊരു ടീസർ ആക്കിയിട്ട് അവിടെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോസ്റ്ററുകൾ ഒരു രക്ഷയില്ല. ഈ സിനിമ കാണാൻ ആളുകളെ എന്തായാലും ഇപ്പൊ ഒരു ഹെയ്റ്റർ ആണെങ്കിൽ സിനിമ കാണാതെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചത് എന്തോ ഉണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുന്നത് അറിയാൻ വേണ്ടിട്ട് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഫാൻസ് അല്ലെങ്കിൽ പോലും ഇപ്പോ എന്താ സംഭവിച്ചിരിക്കുന്ന അറിയാൻ വേണ്ടി കാത്തിരിപ്പ് ഉണ്ടാവുമല്ലോ. ആ ഒരു സംഭവം വളരെ ആകാംക്ഷയോടെയാണ് എല്ലാരും നോക്കി കാണുന്നുണ്ടാവുക. പോസ്റ്ററുകൾ ഈ സിനിമക്ക് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനം ഇറങ്ങിയ ട്രെയിലർ ഒരു രക്ഷയില്ല. ഒരു മലൈക്കോട്ടെ വാലിബൻ എന്ന ആളുടെ കഥ പറയുന്നതിലുപരി ഇതൊരു വലിയ ചിത്രമാണെന്ന് ആളുകളിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ട്രെയിലറാണ്. കാരണം ബ്രിട്ടീഷുകാരുമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമയായിരിക്കും. കാരണം ആ ട്രെയിലറിൽ നമുക്ക് എല്ലാം വ്യക്തമാണ്, ഹെവി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷന്റെ സമയത്തും കാര്യങ്ങളൊക്കെ വേറെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും പുറത്തു വരാതെ അവർ അത്രയും. അപ്പൊ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഇപ്പൊ ഇന്ത്യയിൽ നടന്ന ഒരു കഥയുമായിട്ട് സാമ്യമുണ്ട് എന്നുള്ളത് കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുപരി നമ്മുടെ ഈ ഒരു മലൈക്കോട്ടെ വാലിബന്റെ ഒരു പ്രസ് മീറ്റില് പറഞ്ഞിരുന്നു, അവര് തന്നെ അവരുടെ അഭിനയിച്ച ആൾക്കാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിന്റെ അണിയറപ്രവർത്തകരാണെങ്കിലും അവരെല്ലാം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, പ്രതീക്ഷ നൽകുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ. അതിലുപരി നമ്മുടെ ഈ ഒരു സിനിമയുടെ പ്രിവ്യൂ കണ്ട സംവിധായകരാണെങ്കിലും പ്രൊഡ്യൂസർമാരാണെങ്കിലും അവരെടുത്ത് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. തിയേറ്ററിൽ കിടന്ന് കുലുങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പാപ്പച്ചന്റെ വാക്കുകളൊന്നും ഒരു രക്ഷയില്ല, നമുക്ക് ആകാംക്ഷ അത്രയും നൽകുന്നുണ്ട്. പിന്നെ വിജയബാബു പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അവരെന്താ പടം മലൈക്കോട്ടെ വാലിബൻ എന്ന വലിയ ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു സിനിമ ഇറക്കിയാണ്ട് പോവുകയാണെന്നാണ് വിജയബാബു. അത്രയും പേടി. കാരണം ഒന്നാമത്തെ നടന്റെ കാര്യം എല്ലാവർക്കും അറിയാം, മോഹൻലാൽ നടനാണ്, എന്തായാലും കളക്ഷൻ തൂത്തു വരും. ഇപ്പൊ നേര് 100 കോടി ഒരു പ്രതീക്ഷയില്ലാതെ നേര് 100 കോടി. അപ്പൊ ഈ ഒരു സിനിമക്ക് ഇതേപോലെ ഈ ഒരു നേരിന് കിട്ടിയ പോലെ ചെറിയൊരു പോസിറ്റീവ് റിവ്യൂസ് കിട്ടി. അല്ലെങ്കിൽ മോഹൻലാലിന്റെ പടത്തിന് മോഹൻലാലിന്റെ പടത്തിന് എപ്പോഴും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ കളക്ഷന്റെ കാര്യത്തിൽ ഒരു കുറവ് വരാറില്ല. പിന്നെ അതല്ല, ഈ ഒരു നേര് എന്ന് പറഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റ് സിനിമ, അധികം ഹൈപ്പും കാര്യങ്ങളും ഇല്ല, വലിയ രീതിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് 100 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമക്ക് ഇത്രയും പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിനങ്ങനെ പോസിറ്റീവ് റിവ്യൂസ് വന്നാ രക്ഷയുണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു സിനിമക്ക് കാണാൻ വേണ്ടി പോകുന്നതിന്റെ പ്രധാന കാരണം. ഫാൻ ഷോക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിരാവിലെ തന്നെ ഷോ കാണാൻ പോകുന്നുണ്ട്. കണ്ടതിന് ശേഷം അത് ശരിയാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അത്രയും കാണണം
അതിന്റെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അതിനു കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യ ഷോ തന്നെ നമ്മൾ ഫാൻ ഷോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. എന്തായാലും നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കാണുന്ന എന്നുള്ള ഒരു പ്രത്യേകത കൂടി വരുമ്പോൾ നമുക്ക് എന്തായാലും ഉറക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. പോട്ടെ, എന്തായാലും സിനിമ കാണാൻ വമ്പം പാടല്ലേ. അതെ, എന്തായാലും ഈ ഹൈപ്പിനനുസരിച്ചിട്ട് പടം വരണം എന്നാണ് ഒരു പ്രതീക്ഷയുള്ള സിനിമയാണ്. ഈ സിനിമ വിജയിക്കണം എന്നുള്ള പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് ഞങ്ങൾ രാവിലെ തന്നെ സിനിമക്ക് പോണത്. എന്തായാലും വലിയൊരു വിജയമാവട്ടെ. കാരണം ഈ ഒരു സിനിമ അങ്ങനെ ഹിറ്റ് ആയി കഴിഞ്ഞാൽ മലയാളത്തിലെ എക്കാലത്തെയും വലിയ റെക്കോർഡായിരിക്കും. പിന്നെ അത് ഓഫീസ് തകർക്കുന്നുള്ള 100% ഉറപ്പാണ്. വിജയിച്ചു കഴിഞ്ഞാൽ കേട്ടോ, വിജയിച്ചില്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് ഒടിയന് സംഭവിച്ച പോലെയൊക്കെ ഒരുപാട് ആളുകൾ പറയും. അല്ല, അത് പറയുന്നുണ്ട്. കാരണം ഇതേപോലെ ഹൈപ്പിൽ വന്നൊരു പടമാണ് ഒടിയൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ സംവിധായകനും ഇതിന്റെ സംവിധാനം തമ്മിൽ രണ്ടാണ്. അത് രണ്ട് വ്യത്യാസം നടനാണെങ്കിൽ പോലും ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. ഹേറ്റേഴ്സ് പറയണത് ഇതേപോലെ തന്നെയാണ് ഒടിയൻ വന്നത്, ഇതേ ലുക്കും ഇത് വ്യത്യസ്തമായിട്ടുള്ള കഥയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ട് എന്തായി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ സിനിമയിലെ നായകനെയും മറ്റുള്ളവരൊന്നും നോക്കരുത്. കഥയും സംവിധാനം, ഈ രണ്ട് കാര്യം ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നായകൻ എന്നുള്ള കാര്യം മാറ്റർ അല്ല. എന്താ പിന്നെ നായകനാണെങ്കിൽ ഇപ്പൊ ഒരു നായകനെ, ഇപ്പൊ മോഹൻലാൽ നായകനെ എടുത്തിട്ട് ഇപ്പൊ ഒരു സാധാരണ ഒരാൾ വന്നിട്ട് മറ്റേ സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ക്ലിക്ക് ആവുന്നില്ല. അറിയുന്ന ആള് അത് എങ്ങനെ ആളിലേക്ക് എത്തിക്കണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയുമ്പോൾ കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാവും അതിന്. അത് ശ്രീകുമാർ മേനോനാണെങ്കിൽ ഇത് ലിജു ജോസ് പല്ലിശ്ശേരിയാണ്. അപ്പൊ രണ്ടും വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒടിയനായിട്ട് ആരും കാണണ്ട. എന്തായാലും ഒടിയനെ പോലെ ഈ ഒരു സിനിമ വരില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പൊ എന്തായാലും ജനുവരി 25-ന് അതിരാവിലെ തന്നെ സിനിമ കണ്ട് ആ സിനിമയുടെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ സിനിമാ വാർത്തകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അല്ലെ? അപ്പൊ പിന്നെ നിർത്താം, അല്ലെ? അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാതിരിക്കും.